Good morning, traders. ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ആവശ്യമുള്ളത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സജഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു തലേ ദിവസം അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു സജഷൻ ഇന്നലെ വന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാമെന്നല്ലാതെ ഏതാണ് നല്ലത് ഏതൊക്കെയാണ് മോശം എന്നൊക്കെ പറയണമെങ്കിൽ അതിന് കൃത്യമായ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു സെഗ്മെന്റിലേക്ക് ഒന്നും തന്നെ പറയാതെ മാറ്റിവെച്ചിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മളെ ലൈവ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അതേപോലെ അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് അടിച്ച സ്റ്റോക്കുകൾ ഞാൻ ഓൾറെഡി ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ആഡ് ഓൺസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യാനുള്ളത് അതൊന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഞാൻ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളിത് കാണാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. രണ്ട് കൂട്ടർക്കും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് 2025 മാർച്ച് 26 ബുധനാഴ്ചയാണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, മന്ത്ലി എക്സ്പയറിയാണ് വരാൻ പോകുന്നത്. സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി 50യുടെ ഇത് 8ാമത്തെ ദിവസമാണ്. 7 ദിവസവും നിഫ്റ്റി 50 ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ഇട്ടുള്ളത്. മീൻസ് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് 8ാമത്തെ ദിവസവും മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോർമലി അങ്ങനെ നടക്കാറില്ല. 7 ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഫർദർ അപ്പ് മൂവ്മെന്റ് കൊടുക്കും. അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ്. നിങ്ങൾക്ക് ചാർട്ട് ആക്സസിബിൾ ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ഒരു നിഫ്റ്റി 50യുടെ ഡേ ക്യാൻഡിലിൽ ഡേ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് നിഫ്റ്റി 50യുടെ ചാർട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. 23,800 23,900 ഇടയിൽ നല്ല രീതിയിൽ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ റെഡ് ക്യാൻഡിലാണ്, ഇന്നലത്തെ ക്ലോസിംഗ് റെഡ് ക്യാൻഡിലാണ്. മിനിയാമത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പക്ഷേ അത് റെഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ടോപ്പിൽ 23,900 അടുത്തോട്ട് എത്തുമ്പോൾ നല്ല രീതിയിൽ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. മുകളിൽ ഒരു അപ്പർ വീക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. സോ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, മിനിഞ്ഞാന്നത്തെ ക്യാൻഡിൽ പോലെ അത് താഴോട്ടാണോ വരിക? മിനിഞ്ഞാന്നത്തെ ക്യാൻഡിൽ മുകളിലോട്ടാണ്, അതേ രീതിയിൽ അതേ ലെവലിലോട്ട് താഴോട്ട് ഇറങ്ങി വരുമോ അല്ല മുകളിലോട്ട് പോകുമോ എന്നുള്ളതാണ്. 23,900 കടന്ന് 24,000 കടന്നാൽ പിന്നെ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുവരെയും ഇതിന് ഈ ഒരു ഡൗൺഫോൾ തുടങ്ങിയതിന് ശേഷവും ഒരു പ്രാവശ്യം ഇതേപോലെ കയറിപ്പോയിട്ട് ഈ ഒരു കറക്റ്റ് 23,800 900 ഇടയിൽ വെച്ച് റിജക്ഷൻ ആയിട്ടാണ് 22,000 വരെ ഇറങ്ങി വന്നിട്ടുള്ളത്. സോ ലോവർ സൈഡിൽ നിന്ന് വീണ്ടും അതേ ലെവലിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ സി സി കമ്പനിക്ക് 2 വർക്ക് ഓർഡർ 10,804 കോടിയുടെ 2 വർക്ക് ഓർഡറുകൾ മൊത്തത്തിലുള്ള BSNL നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ വെൽസ്പൺ എന്റർപ്രൈസസ് 328 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് എന്താ പറയുക, അവർക്കും ഒരു പ്രൊജക്റ്റിനുള്ള ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 232 കോടിയുടെ. ദെൻ മാരുതി സുസുക്കി ഇന്ത്യ അവർക്കൊരു ടാക്സിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. 2,966 കോടിയുടെ ഒരു ടാക്സ് നോട്ടീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിസം ജോൺസൺ, ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു കമ്പനി, ഇതൊരു അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കമ്പനിയാണ്. പക്ഷെ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് ഞാൻ അതിനെ ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം നമ്മളറിയാത്ത ഒരുപാട് ക്വാളിറ്റി സ്റ്റോക്സ് ചിലപ്പോൾ പുറത്തുണ്ട്. ഇത് ക്വാളിറ്റി സ്റ്റോക്കാണ് എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇത് മോശമാണോ നല്ലതാണോ എന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ നമ്മളറിയാത്ത ഒരുപാട് സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫണ്ടമെൻ്റലായാലും അതേപോലെ ടെക്നിക്കലായാലും അതിൻ്റെ എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ് എന്നൊക്കെ പഠിച്ചിട്ട് മാത്രം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
സോ ഇവിടെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ മൈനിങ് ഇതുണ്ടായിരുന്നു, ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഇവരാണ് ഈ പ്രിസം ജോൺസൺ എന്നുള്ളതാണ് ഏറ്റവും ലോവസ്റ്റ് ബിഡറായിട്ട് കൺഫേം ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ആ വർക്ക്, ആ ഒരു കോൺട്രാക്റ്റ് അവർക്ക് കിട്ടി എന്ന് തന്നെ പറയാം. 416 ഹെക്ടറിലായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു മൈനിങ് ഏരിയ ആണത്. സോ പ്രിസം ജോൺസൺ ആ കമ്പനി ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ONGC എന്താ പറയുക 3300 കോടിയുടെ ഒരു നിക്ഷേപം നടത്താം. ONGC ഗ്രീൻ എന്താ പറയുക 3300 കോടി രൂപയുടെ ഒരു നിക്ഷേപം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് TVS മോട്ടോഴ്സ് അഡീഷണൽ, അതായത് ഇവരുടെ തന്നെ ഗോ കോർപ്പറേഷൻ ഉണ്ട്, ഇവരുടെ ഒരു സബ്സിഡറി വഴിയാണ് ഇവർ ഇത് എടുക്കുന്നത്. ഗോ കോർപ്പറേഷൻ്റെ 8.26% സ്റ്റോക്കുകൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. 558 കോടി രൂപയുടേതാണ്. ജിന്ദാൽ സ്റ്റെയിൻലെസ് എന്നുള്ള കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയായി മാറിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു എന്താ പറയുക ജിന്ദാൽ സ്റ്റെയിൻലെസ് എന്നുള്ളത് അവരെ ജിന്ദാൽ സ്റ്റെയിൻലെസ് അല്ല, ഞാൻ ഉദ്ദേശിച്ച കമ്പനി പറയാണ്, അത് മാറിപ്പോയതാണ്. ഓക്കെ, ജിന്ദാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അവരുടെ ബോർഡ് മൈൻഡ് സൊല്യൂഷൻസിൻ്റെ ഒരു 5.03% സ്റ്റോക്കുകൾ വാങ്ങിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാരി എനർജീസ് അവരുടെ ഒരു പുതിയ 5.4 GW ഒരു സോളാർ സെൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇനാഗുറേറ്റ് ചെയ്യാണ് March 29. റെഡിങ്ടൺ അവർക്കും ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസാണ്, 175 കോടിയുടെ ഒരു ടാക്സ് നോട്ടീസാണ് കിട്ടിയിട്ടുള്ളത്. NTPC ഗ്രീൻ എനർജി അവരുടെ 100 മെഗാവാട്ടിൻ്റെ ഒരു ഗ്രീൻ എനർജി പ്ലാന്റ് അവർ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ദെൻ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് പോലെ അല്ലെങ്കിൽ ടെലിഗ്രാം പോലെ സിഗ്നൽ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, US അവരുടെ ഒരു വാർ പ്ലാൻ ലീക്കായിട്ടുണ്ട്. അത് സിഗ്നലിലാണ് അവരുടെ US ഒഫീഷ്യൽസ് സിഗ്നൽ എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഡിസ്കഷനൊക്കെ നടത്തിയത്. അത് അവിടെ നിന്നാണ് ലീക്കായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ച തന്നെ സൈബർ ലോകത്ത് അരങ്ങേറുന്നുണ്ട്. ഇത് എത്രത്തോളം, അതായത് നമ്മുടെ മെസ്സേജിങ് ആപ്സ് എത്രത്തോളം സെക്യൂർ ആണ്, എത്രത്തോളം അത് എൻക്രിപ്റ്റഡ് ആണ്, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്, ഇടയിൽ ആർക്കും വായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരിക്കലും സുരക്ഷിതമല്ല. എല്ലാ മെസ്സേജുകളും കൃത്യമായി ലീക്കായി പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. JSW സ്റ്റീൽ ലോകത്തിലെ ഏറ്റവും, ഇതാണ് ഞാൻ നേരത്തെ ഒന്ന് കൺഫ്യൂസായി പറഞ്ഞത്, JSW സ്റ്റീൽ ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ ഒരു സ്റ്റീൽ കമ്പനിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കഴിഞ്ഞ ദിവസം 18% വർദ്ധിച്ചിരുന്നു. 2.6 ലക്ഷം കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നിരിക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓയിലിൻ്റെ പ്രൈസ് 5ാമത്തെ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയ്ക്കെതിരെ നമ്മുടെ US പ്രസിഡന്റ് ഒരു താരിഫ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓയിൽ വാങ്ങുന്ന കൺട്രീസിനെ പോലും അവർ താരിഫിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. അതോടുകൂടി ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെയും എല്ലാ ലിങ്കുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. മണിഫ്ലോ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി പേര് ഇപ്പോൾ ആക്റ്റീവായിട്ട് അതിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 2ാമത്തെ ലിങ്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മണിഫ്ലോ എന്താണ് എന്നറിയാത്തവർക്ക് നിങ്ങൾ ഇന്നലത്തെ ട്രേഡിങ്ങിൻ്റെ ഡാറ്റ ഒരു 5 ക്വസ്റ്റ്യൻസിനുള്ള മറുപടി, നിങ്ങളുടെ ഇന്നലത്തെ ട്രേഡിങ്ങിനെ കുറിച്ച് 5 ക്വസ്റ്റ്യൻസ് അത് ചോദിക്കും. അതിനുള്ള മറുപടി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടും പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ വാഷ് ഔട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഏതൊരു ട്രേഡറിനും അയാളുടെ മാനസികാവസ്ഥക്കനുസരിച്ചാണ് ട്രേഡിങ് വിജയിക്കുക. ട്രേഡിങ് വിജയിക്കാനുള്ള സംഭവങ്ങളല്ല, അത് പറയുന്നത് പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒത്തിരി പേരിപ്പോൾ ആദ്യമൊക്കെ 2-3 പേരായിട്ടുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു 10-20ഓളം ആൾക്കാർ ഡാറ്റ എൻ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ അത് ഫ്രീ ആയിട്ടാണ്, നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരുടെയെങ്കിലും അക്കൗണ്ടൊക്കെ എക്സ്പയർ ആവുന്നത്, അതിനകത്ത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അക്കൗണ്ട് എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ എല്ലാ ഇൻഡെക്സുകളും വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്.
ദെൻ ഒരു ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 23,679 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 767 പക്ഷേ ഓപ്പണായ സ്ഥലത്ത് നിന്നും ഫർദർ മാർക്കറ്റ് താഴോട്ടാണ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുള്ളത് 7 പോയിന്റ് താഴോട്ടാണ് നീങ്ങിയിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ 23,800-900 റേഞ്ചിലുള്ള റിജക്ഷൻ വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ഇന്നലത്തേതിൽ നിന്നും ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. $3,016 എത്തിയിട്ടുണ്ട്. $, INR റേറ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 85.76 രൂപയാണ് ഒരു $1 വിനിമയ നിരക്ക്. ഇവിടെ ഒത്തിരി പേര് ക്രൂഡ് ഓയിലിൻ്റെ ഒരു പ്രൈസ് കൂടി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാനത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇന്നലത്തെ ഇതിൽ ഒരു സജഷൻ വന്നതാണ്. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത്, ഫ്രാൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ക്ലെയിംസ്, UK കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ. എനിക്ക് തോന്നുന്നു ഈ കോർ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. ദെൻ നമ്മൾ ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്നും ഒന്നുമില്ല, പക്ഷെ നാളത്തേക്കുണ്ട് എന്ന 27-ാം തീയതി ഒത്തിരി കമ്പനീസിൻ്റെതുണ്ട്. ദെൻ F&O ബാനിൽ ഒരു സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്, ഇൻഡസ്ഇൻഡ് ബാങ്കാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 5,371 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അത് ചെയ്തിട്ടുള്ളത്. ദെൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,768 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. എങ്ങനെയായാലും 2,602 കോടി രൂപയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് ഡാറ്റകൾ കാണിച്ചു തരുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ, ബാങ്ക്, FMCG, മീഡിയ, മെറ്റൽ, ഫാർമ, PSU ബാങ്ക്, റിയാലിറ്റി ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ദെൻ മറ്റ് സെക്ടറുകൾ അതായത് ഫിൻ സർവീസസ്, IT, പ്രൈവറ്റ് ബാങ്ക് ഈ 3 ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ എന്താ പറയുക ETF പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ് ഇതെല്ലാം തന്നെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അതേസമയത്ത് ഗോൾഡ് ബീസ് എന്താ പറയുക പോസിറ്റീവിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതെപ്പോഴും നിഫ്റ്റി ബീസും ഗോൾഡ് ബീസും നിങ്ങൾ ഒരു കോമ്പിനേഷനായിട്ടാണ് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പ്രൈസ് പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നിഫ്റ്റി ബീസ് ഗ്രീൻ ആണെങ്കിൽ ഗോൾഡ് ബീസ് റെഡ് ആയിരിക്കും, ഗോൾഡ് ബീസ് ഗ്രീൻ ആണെങ്കിൽ നിഫ്റ്റി ബീസ് റെഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഇതിലാണ് അത് പോവുക. എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഗോൾഡ് ബീസിൻ്റെ കൂടെ ആണ് നിങ്ങൾ മറ്റൊരു ഏതെങ്കിലും ഒരു ETF ഒരു പെയറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് രണ്ട് ദിശയിൽ പോകുന്ന സെക്ടറുകളാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി ബീസും ഗോൾഡ് ബീസും നല്ലൊരു കോമ്പിനേഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ ഒന്നുകിൽ സ്വയം പഠിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടുക. ഓൾ റൈറ്റ്. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻട്രാഡേയിൽ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. 82 പോയിന്റ് നഷ്ടത്തിലാണ്. ഓപ്പണായ സ്ഥലത്ത് നിന്ന് 82 പോയിന്റ് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. 23,668 ഇന്നലത്തെ ക്ലോസിങ്. ഈ ആഴ്ചയിലും മാർക്കറ്റിൽ 153 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇതുവരെയായിട്ടും ഉള്ളത്. ഈ മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ 1,474 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. കാരണം ഇതൊരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ സത്യം പറഞ്ഞാൽ വളരെ മോശമായ ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് വർദ്ധിച്ച് 1,474 പോയിന്റിൻ്റെ ഒരു ഗെയിനായി മാറിയിട്ടുണ്ട് ഈ മാസത്തിൽ. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഇന്നലെ റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇത് റെഡിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിലും ഇൻട്രാഡേയിൽ മാത്രമാണ് ഇത്, ആ ക്യാൻഡലിൻ്റെ കളർ മാത്രമായിരിക്കും റെഡ് ഉണ്ടാവുക. പക്ഷേ പ്രീവിയസ് ഡേയുടെ ക്ലോസിങ്ങിനേക്കാളും മുകളിൽ തന്നെയാണ് ഇന്നലെ ഒട്ടുമിക്ക ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി PCR ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു കയ്യാലപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. താഴോട്ടും പോകാം മുകളിലോട്ടും പോകാം, ന്യൂട്രലാണ് ഇതിനെ പറയുക. ദെൻ ഹയസ്റ്റ് കോളിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 24,000-ലാണ്. അപ്പോൾ 1,48,00,000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. അതേപോലെ ഹയസ്റ്റ് പുട്ട് 23,500-ൽ 1,09,00,000 വന്നിട്ടുണ്ട്. വിക്സ് വന്ന് കിടക്കുന്നത് 13.64-ലാണ്. ഇതൊക്കെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്പോട്ട് പ്രൈസ് 23,668. ഇനി CPR വന്നിട്ടുള്ളത് 23,691, 713, 736. എന്തായാലും ഒരു 12 പോയിന്റ് 701, 711, 21 പോയിന്റിന്റെ ഡിഫറൻസിലുള്ള ഒരു CPR ആണ് വന്നിട്ടുള്ളത്. നോ ട്രേഡ് സോൺ നോക്കുകയാണെങ്കിൽ 23,736, 709. അപ്പോൾ ഏകദേശം 26 പോയിന്റിന്റെ 27 പോയിന്റിന്റെ ഒരു ഡിഫറൻസിലാണ് വന്നിട്ടുള്ളത്. ഒരല്പം വൈഡ് തന്നെയാണ്. ദെൻ
23,736 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 23,840 വരെ പോകും. ഏകദേശം 104 പോയിന്റിന്റെ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റിനുള്ള സാധ്യതയാണ് പറയുന്നത്. ഇനി അതേസമയത്ത് താഴോട്ട് ആണ് വരുന്നതെങ്കിൽ 23,709 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ 23,497 വരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 212 പോയിന്റിന്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ 104 പോയിന്റിന്റെ ഒരു അപ്പർ സൈഡ് മൂവ്മെന്റ്, രണ്ടിലേതായിരിക്കും. അപ്പം എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഇന്നൊരു റെഡിലുള്ള ക്ലോസിങ്ങിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പുൾ ബാക്കോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള റിജക്ഷൻ 23,800 ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവലിൽ വെച്ച് മാർക്കറ്റ് റിജക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. 800-900 ഇടയിൽ. എന്തായാലും വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്യുക. സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം കയറി വന്നല്ലോ മാർക്കറ്റ്. ഇനി താഴോട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് കൺഫേം ചെയ്താൽ മതി. ഇന്നത്തെ ഓവറോൾ റാസ് ലെവൽസിൻ്റെ ഒരു അനാലിസിസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്ക് കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പർ സൈഡിലേക്ക് 104 പോയിന്റും ഡൗൺ സൈഡിലേക്ക് 212 പോയിന്റും, ഞാൻ ഇത്രയും പറഞ്ഞ 212 പോയിന്റോളം ഡൗൺ സൈഡിലേക്കുണ്ട്. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. റെഡ് ക്യാൻഡിലാണ് ഇന്ന് ഡേ ക്യാൻഡിൽ വരുന്നതെങ്കിൽ ഫർദർ ഒരു പുൾ ബാക്ക് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബുധനാഴ്ചയാണ് ഇന്ന് ബുധൻ, നാളെ വ്യാഴം, നാളെ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, എല്ലാത്തിലും ഫേസ്ബുക്കിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണി ഫ്ലോ പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഫ്രീ ആണ്. ജസ്റ്റ് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ട്രേഡേഴ്സ് അരീന പോകുന്നത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. പ്രോഫിറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യുക. സിസ്റ്റം ഫോളോ ചെയ്യാനല്ല നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, കാശ് ഉണ്ടാക്കാൻ തന്നെ ട്രേഡ് ചെയ്യുക. കാശ് കിട്ടണം എന്നല്ലെങ്കിൽ കാശ് കണ്ടു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാത്ത രീതിയിൽ പോകരുത്. 100 രൂപയായാലും 1000 രൂപയായാലും ബ്രോക്കറേജ് കഴിഞ്ഞ് കിട്ടുന്നതെല്ലാം തന്നെ നിങ്ങളുടെ പ്രോഫിറ്റാണ്. സോ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു സിസ്റ്റത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്ത് ആ പ്രോഫിറ്റ് കളയാതിരിക്കുക. പ്രോഫിറ്റ് കണ്ടാൽ ബുക്ക് ചെയ്യുക. പ്രോഫിറ്റ് കണ്ടാൽ ബുക്ക് ചെയ്യുന്നില്ലെങ്കിലും തിരിച്ചിറങ്ങി പോകുമ്പം നമ്മുടെ ലോസ് ഉണ്ടാകാത്ത രീതിയിൽ സ്റ്റോപ്പ് ലോസുകൾ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തന്നെ ശ്രമിച്ചിരിക്കണം. ലോസ് പോകുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കാശ് മാത്രം ലോസ് കളയുക, ഒത്തിരി കാശ് കൊണ്ടുപോയി കളയരുത്. അക്കൗണ്ടിൽ വലിയ നഷ്ടങ്ങൾ വരുമ്പോൾ ട്രേഡിങ് അവസാനിപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, ധൈര്യം ഉണ്ടാവുക. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസോടുകൂടി പോവുക. പക്ഷേ അലസമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നഷ്ടത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. സോ ധൈര്യത്തിൽ, തൻ്റെ ഇടത്തിൽ നല്ല കൃത്യമായ തീരുമാനങ്ങളിൽ ട്രേഡ് ചെയ്യുക. ചെറിയ നഷ്ടവും വലിയ ലാഭങ്ങളും ഉറപ്പാക്കുക. ലാഭം ചെറുതായാലും വലുതായാലും ലാഭം തന്നെയാണ്. കാശ് ഇങ്ങോട്ട് കിട്ടുന്ന കേസാണ്, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കേസാണ്, അതെപ്പോഴും ഒഴിവാക്കാനും ശ്രമിക്കുക. ഓൾറൈറ്റ്, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എല്ലാവർക്കും. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.